നെക്സ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ത്രിഫല. ത്രിഫല മെയിൻ ആയിട്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതായത് ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, അതായത് വയർ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് വയറിൽ നിന്ന് വേസ്റ്റ് ഐറ്റംസ് പുറന്തള്ളിയാൽ മാത്രമാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് വയറ് നന്നായാൽ മാത്രമാണ് നമ്മുടെ ഉയിര് നന്നാവുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ക്ലീനിങ് ഫംഗ്ഷൻ തന്നെയാണ് വയറെന്നുള്ളത്. അത് കറക്റ്റായിട്ട് വേസ്റ്റേജ് എല്ലാം പുറത്തു പോകണമെങ്കിൽ വയർ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. വയർ ക്ലീൻ ആയിട്ടിരിക്കണം എന്ത് വേണം? നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, കൃത്യമായിട്ടുള്ള ഒരുപാട് ബാഡ് കാലറി ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വയറ് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കിട്ടുന്ന എല്ലാം കഴിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് ഒരുപാട് കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് കമ്പനി ഇറക്കിയിരിക്കുന്ന പ്രോഡക്റ്റാണ് ത്രിഫല. ത്രിഫല എന്ന് തന്നെ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. കടുക്ക, താനിക്ക, നെല്ലിക്ക, എല്ലാത്തിനും കായാട്ടോ. ഇതിന്റെ എക്സ്ട്രാക്റ്റ് ആണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡെയിലി ബേസിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, അതായത് നിങ്ങൾക്ക് മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വയറുമായി സംബന്ധപ്പെട്ട കാര്യങ്ങളോ എല്ലാം നോർമലായിട്ട് വരും. ഡൈജസ്റ്റീവ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആവുന്നതാണ്. ഇതും ആയുർവേദ, കംപ്ലീറ്റ്ലി ആയുർവേദമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ത്രിഫലയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിഫല എന്തെല്ലാം ചെയ്യും ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിഫല, കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. നമ്മുടെ കോൺസ്റ്റിപ്പേഷനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വയർ സംബന്ധം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫൈബർ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ത്രിഫല പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ത്രിഫലയുടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. പ്രോപ്പറായിട്ട് നമുക്ക് ഫൈബർ ലഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ത്രിഫല യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അനുബന്ധപ്പെട്ട കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് 60 ടാബ്ലറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ദിവസത്തിൽ 2 ടാബ്ലറ്റ് ആണ് എടുക്കേണ്ടത്. ഈ പ്രൊഡക്റ്റ് എടുക്കുന്നതിന് എടുക്കേണ്ടതായ ടൈപ്പ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ കോച്ചിനോട് ചോദിച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കുക. നോർമൽ നമ്മുടെ അഡ്വാൻസ്ഡ് യൂസ് ചെയ്യുന്ന പോലെ അല്ല ത്രിഫല യൂസ് ചെയ്യേണ്ടത്. എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങൾ കോച്ചുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇത് ഞാനിവിടെ ഓപ്പൺ ആയിട്ട് പറയാത്തത് ഓരോരുത്തരുടെയും ബോഡി മെഷർമെന്റ്സ് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. കോച്ച് ചോദിക്കരുത് തിരിച്ച് എങ്ങനെ ഇത് അങ്ങോട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ത്രിഫല. ഇനി ഇനി നമുക്ക് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത പ്രോഡക്ട്സ് ആണ് നമ്മുടെ സ്കിന്നിന്റെ പ്രോഡക്റ്റ്. ഔട്ടർ ന്യൂട്രീഷൻ ആണ്. ഗ്ലാമർ ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെർബ ലൈഫിന്റെ, വൃദ്ധ ലൈഫിന്റെ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം. ഒരു 4 പാക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലാമർ ആയിട്ട്, നല്ല സ്കിന്നെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട്, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഫസ്റ്റ് വൺ ക്ലെൻസർ ആണ്. ക്ലെൻസറിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം, നമ്മുടെ ഫേസ് മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഒരുപാട് പൊല്യൂഷൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യണത്. ചെളി, അതുപോലെ തന്നെ ഓയില്, വാഹനങ്ങളുടെ പുക, ആ രീതിയിലുള്ള എല്ലാ ഇഷ്യൂസും നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അല്ലെങ്കിൽ സ്കിന്നിലോട്ട് അബ്സോർവ് ആവുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഫേസിനെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസർ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇംപ്യൂരിറ്റി, അതായത് അഴുക്കുള്ള വസ്തുക്കളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ വലിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് ശരിക്കും ക്ലെൻസർ യൂസ് ചെയ്ത് കിട്ടുന്നത്. നീമിന്റെ എക്സ്ട്രാക്റ്റും അതുപോലെ നമ്മുടെ മഞ്ഞൾ, ഈ രണ്ടെണ്ണത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി തന്നെ ക്ലിനിക്കലി പ്രൂവൺ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും, അതായത് ഇന്ന സ്കിൻ ടൈപ്പ്, ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും അതുപോലെ തന്നെ ഏത് ടൈപ്പ് സ്കിന്നാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പോലെ ഒരു കെമിക്കലും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കെമിക്കൽ ഫ്രീ ആണ് നമ്മുടെ ഹെർബ ലൈഫ് ന്യൂട്രീഷന്റെ സ്കിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും, ഏത് ആളുകൾക്കും, ഏത് ടൈപ്പുള്ള സ്കിന്നുള്ള വ്യക്തികൾക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലെൻസർ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സ്മെല്ലാണ്. വെരി വെരി നൈസ് സ്മെല്ലാണ്. ഒന്നോ രണ്ടോ പമ്പ് ചെയ്യുന്ന ടൈപ്പാണ്. 1-2 ഡ്രോപ്പ് നമ്മുടെ കയ്യിലോട്ട് പമ്പ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം കുറച്ച് വാട്ടർ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തതിനു ശേഷം വാഷ് ചെയ്ത് കളയാം. ഒരു ദിവസത്തെ നമുക്ക് 2 അല്ലെങ്കിൽ 3 വട്ടം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലെ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 വട്ടം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികം കുറവുള്ള ആൾക്കാർ ഒരു തവണ യൂസ് ചെയ്യുക. 1 മന്ത് പ്രോഡക്റ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ, ഫേസിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഇംപ്യൂരിറ്റീസിനെ ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലെൻസർ എല്ലാം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ടോണറാണ്. നമ്മുടെ സ്കിന്നിനെ ടോൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ടോണർ എന്ന് പറയുന്നത്. ഇതിനകത്ത് അലോവേരയുടെയും അതുപോലെ തന്നെ കുക്കുംബറിന്റെയും പൊട്ടാഷ് ആൽബത്തിന്റെയും എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. ഓൾറെഡി അറിയാൻ പറ്റും എല്ലാവർക്കും എന്തൊക്കെയാണ് അലോവേരയുടെ ഫംഗ്ഷൻസ് എന്നൊക്കെ അറിയാലോ. നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുക്കുംബറാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല കൂൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പൊട്ടാഷ് ആലോ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ പോൾസ് എല്ലാം തുറന്നിട്ട് ശരിക്കും അബ്സോർബ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണർ എന്ന് പറയുന്നത്. ടോണർ ഒരു ലിക്വിഡ് രൂപത്തിലാണ് ഇരിക്കുന്നത്. മറ്റേത് ഒരു ക്രീം രൂപത്തിലായിരുന്നു. ടോണർ നമുക്ക് ലിക്വിഡ് രൂപത്തിലാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത്.
ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫ്രിഡ്ജിൻ്റെ അത് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല കൂളായിരിക്കും. നമ്മൾ എടുത്തിട്ട് ഫേസിലൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല റീഫ്രഷ്മെന്റ് ആയിരിക്കും നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടും നല്ല ഫീൽ ഗുഡ് ആയിട്ട് വെക്കാനുമായിട്ട് ഫേഷ്യൽ ടോണർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫേഷ്യൽ ടോണറും അതുപോലെ തന്നെ ഈ പറഞ്ഞ കെമിക്കൽ ഫ്രീ ആണ്. എല്ലാ ടൈപ്പ് സ്കിൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ pH വാല്യൂവിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സാധാരണ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ pH വാല്യൂയും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ pH വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേഷ്യൽ ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. സ്കിന്നിന്റെയും പ്രൊഡക്റ്റിന്റെയും pH വാല്യൂ സെയിം ആയിരിക്കും. pH വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാലോ. അറിയില്ലാത്ത ആൾക്കാർ ഗൂഗിൾ ചെയ്ത് നോക്കൂ. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. ബൊട്ടാനിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് ടെസ്റ്റിന് ശേഷമാണ് വന്നിരിക്കുന്നത്. സൾഫേറ്റ് അങ്ങനെയുള്ള കെമിക്കലോ സിന്തറ്റിക് ഡ്രൈനെസ് കളറാ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ആഡ് ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ക്ലെൻസർ ഉപയോഗിച്ചതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടണിൽ ഇത് വെച്ചതിന് ശേഷം ടോണർ ആക്കിയതിന് ശേഷം നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചുമ്മാ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടോണർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ദിവസം നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ 3 വട്ടം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സിറം എല്ലാവർക്കും തന്നെ അറിയാം. ഒരുപാട് സിറം നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. സിറം നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒന്ന് തില സീഡ് ഓയിൽ, പിന്നെ ഒലീവ് ഓയിൽ, കുങ്കുമാതി തൈല, പിന്നെ ആൽമണ്ട് ഓയിൽ. ഇതിന്റെ നാലെണ്ണത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്, പിഗ്മെന്റേഷൻസ്, നമ്മുടെ റിങ്കിൾസ്, ഈ സാധനത്തിനെല്ലാം റെഡ്യൂസ് ചെയ്യാനും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സിറം സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിൻ ടോൺ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ സിറം ഡെയിലി ബേസിൽ യൂസ് ചെയ്താൽ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ക്ലെൻസർ, സെക്കൻഡ് ടോണർ, തേർഡ് സിറം. ഇത് ആ പാറ്റേണിൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇത് പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ കോഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഡള്ളായിട്ട് നിങ്ങൾ സ്കിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 മന്ത് നമ്മുടെ ഈ ഫേഷ്യൽ സിറം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും വ്യത്യാസങ്ങൾ. നല്ല റിസൾട്ടാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കണ്ടുവരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടും പ്രൊഡക്റ്റ് വാങ്ങുക, യൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഈ പ്രൊഡക്റ്റാണ്, സിറത്തിനാണ്. സിറം ഏകദേശം ഒരു 30 മില്ലിയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് സിറത്തിനാണ്. കാര്യം വളരെ ഹൈ ക്വാളിറ്റി തന്നെയാണ് കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി ഷോപ്പുകളിൽ കിട്ടുന്ന കെമിക്കലായിട്ടുള്ള സിറം ഒന്നും അല്ല, പ്യുവർലി ആയുർവേദം ഉപയോഗിച്ചിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സിറാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇതിനും നല്ല സ്മെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കോച്ചിനോട് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഒരു 1-2 ഡ്രോപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ശരിക്കും ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ഒരു ദിവസം 2 തവണ നമുക്ക് സിമ്പിളായിട്ട് സിറം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിന് നല്ല സ്മെല്ല് തുടങ്ങി നല്ല സ്മെല്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്പ്രേനേക്കാൾ സ്മെല്ല. ഇത് യൂസ് ചെയ്തിട്ട് സ്പ്രേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് സ്മെല്ല മോയ്സ്ചറിന്. നല്ല സൂപ്പർ ഫീൽ ഗുഡ് സ്മെല്ലാണ്. യൂസ് ചെയ്ത ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് കനകതൈല ഓയിലും ആൽമണ്ട് ഓയിലും അലോവേരയുടെ ലീഫിന്റെ എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. മോയ്സ്ചർ എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഹൈഡ്രേഷൻ നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് മോയ്സ്ചർ യൂസ് ചെയ്യണത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കെമിക്കലി ഫ്രീ ആണ് വരുന്നത്. ഏതൊരു സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ടൈപ്പ് യൂസേജും ഉണ്ട്. ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുപോലെ തന്നെ ഒരു രീതിയിലുമുള്ള കെമിക്കലും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ട pH വാല്യൂ ഇതിൻ്റെ അകത്തും കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്കിന്നിൽ എന്താണ് pH വാല്യൂ ഉള്ളത് ആ pH വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മോയ്സ്ചർ എന്ന് പറയുന്നത്. മോയ്സ്ചർ നമുക്ക് നോർമലി ഒരു ക്രീമാണ്, വൈറ്റ് കളർ ക്രീമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മുടെ ഫിംഗറിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഫേസിൽ കൊടുക്കുക. നമുക്ക് രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വട്ടം ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികസ്ഥിതി പോലെ യൂസ് ചെയ്യുക. ഈ പറഞ്ഞ ഒരു കോമ്പിനേഷനകത്ത് 4 പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 എണ്ണം ഒരു കോമ്പിനേഷൻ ആയിട്ട് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് ഏതെല്ലാമാണ് വേണ്ടത് അത് പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം നിങ്ങൾ ഗ്ലാമർ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെർബാലൈഫിന്റെ ഈ സ്കിന്ന് യൂസ് ചെയ്യുക. നല്ല റിസൾട്ടാണ്. 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന റിസൾട്ടുകൾ. കെമിക്കലി ആയിട്ടുള്ള ഔട്ട്സൈഡ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാതെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യാതെ ഇത് മാത്രം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്, ഇത് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. യൂസ് ചെയ്ത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് പറയുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാവരും കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക, കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല ഹെൽത്തി ഹാപ്പിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.